ഡിസൈനിങ് അൺബോക്സിംഗിന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ തമ്പനിയുടെ ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം തമ്പനിൽ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിനു ശേഷം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിലേക്ക് ഒരു ഇമേജ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ആ ഫോണിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോണിന്റെ തന്നെ കളർ തന്നെ ബാക്ക് ഡ്രോപ്പിൽ കൊടുക്കാം. ഒരു ഗ്രേഡിയൻ കളറാണ്, 2 കളറാണ് വരുന്നത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂവും ഒരു വൈറ്റ് കളറും. ഓക്കെ, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഫോണിന്റെ കളർ തന്നെ കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ബാക്ക് ഡ്രോപ്പിൽ നമുക്കൊരു വൃത്തിയായിട്ട് തോന്നിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോണിന്റെ കളർ തന്നെ ബാക്ക് ഡ്രോപ്പിൽ കൊടുത്തു. അപ്പം ഇതിന്റെ ഒരു കോപ്പിയും കൂടെ എടുത്തേക്കാം. അതിന്റെ ക്യാമറയുടെ ഭാഗം കൂടെ നമുക്ക് അത്യാവശ്യം ഒന്ന് റേസ് ചെയ്തെടുക്കാം. നമ്മൾ അൺബോക്സ് ചെയ്യുന്ന നേരത്തെ എല്ലാ ചാനലിനകത്തും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം അതിനൊരു സ്ട്രോക്കും കൂടെ കൊടുക്കാം. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് പറയുമ്പോൾ ഇതിലേക്കൊരു ഷേപ്പാണ് വേണ്ടത്. നമ്മൾ ആ ബോക്സ് കണ്ടില്ലേ, ആ 6G OPPO Reno6 5G. അപ്പോൾ അതിൻ്റെ ആ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷേപ്പ് ആഡ് ചെയ്തു. എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഷേപ്പിനൊരു മൊബൈൽ ഫോണിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്മാർട്ട് ഫോണിൻ്റെ കളർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കൊരു നമുക്ക് എന്താണോ വേണ്ടത് അത് ഇതിലേക്ക് ആഡ് കൊടുക്കാം. ഇപ്പം 6 OPPO Reno6 5Gയുടെ ഒരു ബോക്സാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം 6 എഴുതി. അതിനുശേഷം OPPO Reno6 5G. 6-നകത്ത് നമുക്ക് വേറെ വലിയ ഫോണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. OPPO Reno6 5Gക്ക് നമുക്ക് അത്യാവശ്യം ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ കൊടുക്കണം. ഓക്കെ, അതിന് ഇച്ചിരി ഡാർക്ക് ആയിട്ടൊരു ബ്ലാക്ക് കൊടുക്കാം. 5Gക്ക് ഒരു വൈറ്റ് കളറും. ഓക്കെ, ഇത് 3 നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാം. ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇത് 3 കൂടി കൂട്ടിച്ചേർക്കാം. ഷേപ്പ്, 6, പിന്നെ ID ലെറ്റർ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കൂട്ടിച്ചേർത്തതിന് ശേഷം ഇത് നമുക്ക് 3Dയിലാക്കാം. 3Dയിലാക്കാൻ പോകുമ്പോഴേ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തുള്ളൂ, ആ ബോക്സിന്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആ ഷേപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ചാക്കാം. 1, 2, 3. അതിനുശേഷം 3D ഷേപ്പിലേക്ക് വരിക. 3D ഷേപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണോ ഇത് മൂവ് ചെയ്യേണ്ടത് ഷേപ്പ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേണ്ടതൊക്കെ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഷേപ്പ് കൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഷേപ്പ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബോക്സ് ഇല്ലേ, ആ ബോക്സിൻ്റെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതായിട്ടുമാണ് നമുക്ക് ചെയ്യാൻ. ഓക്കെ, നമുക്കതിൻ്റെ സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഡെപ്ത് ഇച്ചിരി കൂടി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ബോക്സ് ഇല്ലേ അത് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളിതാണ് ചെയ്തത്. അതിനുശേഷം നമുക്കൊരു ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാക്ക് ഡ്രോപ്പിലൊക്കെ ഒരു യെല്ലോ ഷാഡോ കൊടുത്താൽ സെറ്റായി. ഓക്കെ, നമുക്ക് ഇതിന് അടുത്തായിട്ട് വേണ്ട ഇതിൻ്റെയൊക്കെ ഒരു ഇമേജ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മറ്റേ ഗിൽറ്റ് പേപ്പറൊക്കെ വരുന്നില്ലേ, ഓക്കെ, അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കാം. അതിനുശേഷം ആ ബോക്സിൻ്റെ അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിന് എന്താണ് കണ്ടന്റ് വേണ്ടത് അത് ഇതിലേക്ക് ടൈപ്പ് ചെയ്യാം. OPPO Reno6 5G. അതിനൊരു വൈറ്റ് കളർ കൊടുത്ത് ബോൾഡ് ആയിട്ടുള്ളൊരു ഫോണും കൊടുത്ത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ
നമ്മളിവിടെ സ്ട്രോപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, OPPO Reno6 5G നമ്മൾ സ്ട്രോപ്പ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് എന്താണോ സബ് ടൈറ്റിൽ മച്ചാനെ ഇത് പോരെ കളിയാ, അതാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പം റെഗുലറായിട്ടെല്ലാം ചെയ്യുന്നതിനകത്തിലും ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ലെറ്ററിൻ്റെ സ്പേസും കൂടെ കുറച്ചു. ഓക്കെ, നമ്മുടെ തമ്പനയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽസിനെ കുറിച്ചോ ഫോണിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.